ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് സ്ട്രെസ്സ് നമുക്ക് കുറയാനായിട്ടുള്ള 5 ടിപ്സുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പ്രധാനമായിട്ടും 5 ടിപ്സുകളെന്ന് പറയുന്നത്, ഒന്ന് എന്ന് പറയുന്നത്, നമ്മൾ സ്ട്രെസ്സ് ടെൻഷനൊക്കെ വരുന്ന സമയത്ത് എത്രയും പെട്ടെന്ന് പോയിട്ട് ഫ്രിഡ്ജിൽ പോവുക, എന്നിട്ട് വെള്ളം എടുക്കുക, തണുത്ത വെള്ളം എടുക്കുക, മുഖം നന്നായിട്ടൊന്ന് കഴുകാം. ഈ കഴുകുന്ന സമയത്ത് തന്നെ നമ്മുടെ ഉള്ളിൽ ഒരു വല്ലാത്തൊരു ഒരു ഫീലിങ്സ് ഉണ്ടാവും അല്ലേ, നമുക്ക് തണുത്ത വെള്ളം കൊണ്ട് മുഖം കഴുകുമ്പം. അപ്പോൾ തന്നെ നമ്മുടെ ഒരു പ്രഷറൊക്കെ ഒന്ന് കുറഞ്ഞ് ഒന്ന് ശ്വാസഗതിയിലൊക്കെ വലിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വന്ന് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ചെറിയൊരു ടെൻഷൻ നമുക്കുള്ളിൽ നിന്ന് കുറയാനായിട്ട് സഹായിക്കും. 2 എന്ന് പറയുന്നത്, പ്രധാനമായിട്ടും നമുക്ക് ഒന്ന് നടക്കുക. അതായത് നമുക്കൊരു ടെൻഷൻ വന്നു, നമുക്ക് പെട്ടെന്നൊരു എന്ത് ചെയ്യണമെന്ന് നമുക്കറിയില്ല, ജസ്റ്റ് വാക്ക് 5 minutes or 10 minutes. അപ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് നടക്കുക. അതൊന്ന് നടന്ന് തിരിച്ചു വരുമ്പോഴേക്കും നിങ്ങളുടെ ടെൻഷൻ, നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അതിനുള്ള ആൻസർ നിങ്ങൾക്ക് കിട്ടിയിരിക്കും എന്നുള്ളതാണ്. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് സ്ട്രെസ് ടെൻഷൻ വരുന്ന സമയത്ത് നിങ്ങളൊരു ജേർണൽ എടുക്കുക, ഒരു ബുക്ക് എടുക്കുക. ആ ബുക്കിൽ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് എന്താണോ പ്രോബ്ലം, ആ പ്രോബ്ലം വ്യക്തമായി എഴുതി കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ സൊല്യൂഷൻ കൂടെ തിരിച്ച് എഴുതാനായിട്ടുള്ള ഒരു ശ്രമം നിങ്ങൾക്കുണ്ടായിരിക്കുക എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, സ്ട്രെസ്സ് വരുന്ന സമയത്ത് നമുക്ക് വരുന്ന ആ ഒരു ടൈമിൽ നമ്മൾ വല്ല മ്യൂസിക്കോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ, ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഡാൻസ്, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ TV വാച്ച് ചെയ്യാനോ അല്ലെങ്കിൽ മൂവി കാണാനോ അല്ലെങ്കിൽ മ്യൂസിക് കേൾക്കാനോ ഒക്കെ ഒന്ന് ശ്രമിക്കുക. നമുക്കൊരുപാട് സ്ട്രെസ്സുകളെ നമുക്ക് അതിൽ നിന്ന് ഔട്ട് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുമെന്നുള്ളത്. 5ാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, അത് വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. നമുക്കൊരു സ്ട്രെസ്സ് വരുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും നമ്മളിങ്ങനെ അനങ്ങാതെ, നമ്മൾ മിണ്ടാതിരിക്കുക, ആരോടും പറയാതിരിക്കുകയോ ചെയ്യുമ്പോഴാണ് അത് കൂടുതൽ ആത്മഹത്യകളിലേക്കും ഒക്കെ നയിക്കുന്നത്. നമുക്ക് വേണ്ടപ്പെട്ട അല്ലെങ്കിൽ ഏതെങ്കിലും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയോടെങ്കിലും നമ്മളുടെ പ്രശ്നങ്ങളൊന്ന് തുറന്ന് പറയാൻ ശ്രമിക്കുക. അങ്ങനെ പറയുന്ന സമയത്ത് തന്നെ നമ്മുടെ പ്രശ്നങ്ങളെ നമുക്ക് കൈകാര്യം ചെയ്യാനായിട്ടുള്ളൊരു വഴികൾ തുറന്ന് കിട്ടുമെന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇത്തരം 5 വഴികൾ നിങ്ങൾ എന്തായാലും ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. തീർച്ചയായിട്ടും നിങ്ങൾക്കത് സാധിക്കും. താങ്ക് യു സോ മച്ച്.